10ാം ക്ലാസ് അറബിക്കിലെ 76ാമത്തെ പേജിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ആക്ടിവിറ്റീസ്. നുറാജിഉൽ മൻലൂമ, കവിത നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. വനതഖയ്യലുൽ ഹിവാറ, എന്നിട്ട് ഹിവാർ സംഭാഷണം മനസ്സിൽ കാണാം. ബൈന റസൂലി കിസ്ര വ റജുലുൻ മിൻ റഅയ്യത്തി ഉമർ, ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? റസൂലു കിസ്ര, കിസ്രയുടെ റസൂൽ ദൂതനും പിന്നെ ഉമറിൻ്റെ പ്രജകളിൽപ്പെട്ട ഒരാളും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ഭാവനയിൽ കണ്ടിവിടെ എഴുതേണ്ടത്. അത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. റസൂൽ കിസ്ര ആദ്യം ചോദിക്കുകയാണ്, കൈഫ അമീറുക്കും, നിങ്ങളുടെ അമീർ എങ്ങനെയാണ്? ഉമറിനെ കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ റജുൽ പറയുന്നു, ഇന്നഹു യഈഷു മഅനാ മിസ്ലൽ ആഖരീൻ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നവനാണ്. ഇന്നഹു യഈഷു, അദ്ദേഹം ജീവിക്കുന്നു, മഅന ഞങ്ങളുടെ കൂടെ, മിസ്ലൽ ആഖരീൻ മറ്റുള്ളവരെ പോലെ. രാജാവായതുകൊണ്ട് പ്രത്യേകിച്ചൊരു പരിഗണനയൊന്നും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ റസൂൽ ചോദിക്കുന്നു, ഹല്ല യസ്കുനു ഫിൽ ഖസ്രി, അദ്ദേഹം കൊട്ടാരത്തിൽ താമസിക്കാറില്ലേ? റജുൽ, ലാ, ഇല്ല. ഇന്നഹു യസ്കുനു ഫി ഹാദൽ ബൈത്തി സ്വഗീരി, അദ്ദേഹം ഈ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. റസൂൽ, ഹാദ അജീബ്, ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. കൈഫ യഖ്ദിറു ഹാദ, അദ്ദേഹത്തിന് എങ്ങനെ ഇത് കഴിയുന്നു? ഒരു ഭരണാധികാരിയായിട്ടും ഇങ്ങനെ ജീവിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? അപ്പോൾ റജുൽ പറയുന്നു, ഹാദാ ഹുവ തഖ്വ, ഇതാണ് തഖ്വ, വ തഅത്തുല്ലാഹി വ റസൂലിഹി, അതേപോലെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കൽ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് കൊണ്ടും തഖ്വ ഉള്ളത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്. ഓക്കെ, അള്ളാഹു റസൂലും അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലേ നീതിമാനായ ഭരണാധികാരി ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നക്തുബു ശമാഇല ഉമർ ഇബ്നുൽ ഖത്താബ് അലാ അസാസിൽ അബിയാത്തി സാബിഖത്തി, മുൻപ് വന്ന ബൈത്തുകളുടെ കവിതയുടെ അസാസിൽ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷമാഇൽ നമുക്കിവിടെ എഴുതാം. ഷമാഇൽ എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ. ഉമറിൻ്റെ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് നമ്മൾ ആ കവിതയിൽ കണ്ടത്, അതിവിടെ എഴുതാം. ഒന്ന് അൽ അദ്ൽ, നീതിയുണ്ട് അല്ലേ. പിന്നെ നമുക്ക് തവാലു എന്ന് എഴുതാം. എന്താ തവാലു? വിനയം. പിന്നെ സുഹൃദ് എഴുതാം. സുഹൃദ് മീൻസ് വിരക്തി, അതായത് ദുന്യവിയായ ഈ ലൗകികമായ ദുന്യവിയായ കാര്യങ്ങളോടുള്ള വിരക്തി, അത്ര താല്പര്യമില്ലായ്മ അല്ലേ. വലിയ കൊട്ടാരത്തിലും അങ്ങനെയുള്ള താമസമൊക്കെ ഇഷ്ടപ്പെടാത്ത അവസ്ഥ. പിന്നെ അദ്ദേഹത്തിന് ഷജാഅത്ത്, ധീരതയുണ്ട് അല്ലേ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ്. ഇനി നുഅദ്ദു ബയാനൻ അൻ അഹ്വാലി ഉമർ റളിയല്ലാഹു അൻഹു ഹീന റആഹു റസൂൽ കിസ്ര, കിസ്രയുടെ ദൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കൊരു ബയാനായിട്ട് ഇവിടെ എഴുതാം. നുഅദ്ദു ബയാനൻ, ഒരു ബയാൻ തയ്യാറാക്കാം. അദ്ദേഹം കാണുമ്പോൾ എങ്ങനെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത് എന്ന്, അത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ബയാനൻ മൂജസൻ, ലഘുവായിട്ടുള്ളൊരു വിവരണം. ലമ്മ റഅ റസൂലു കിസ്ര അൽ ഖലീഫത ഉമർ ഇബ്നുൽ ഖത്താബ്, കിസ്ര ദൂതൻ ഖലീഫ ഉമറിനെ കണ്ടപ്പോൾ തഅജ്ജബ മിമ്മാ ഷാഹദ, അദ്ദേഹം അത്ഭുതപ്പെട്ടു, താൻ കണ്ട കാര്യം അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിനെ. ഫഖദ് വജദഹു നായിമൻ, അദ്ദേഹം ഉമറിനെ കണ്ടു നായിമൻ, ഉറങ്ങുന്നവനായിക്കൊണ്ട്, ബി സകീനത്തിൻ, ശാന്തമായി ഉറങ്ങുന്നവനായി കണ്ടു, ഫൗഖ തുറാബി, മണ്ണിൽ, തഹത ളില്ലി ഷജറത്തിൻ, ഒരു മരത്തിന്റെ ചുവട്ടിൽ മണ്ണിൽ ശാന്തമായി ഉറങ്ങുന്നവനായിട്ടാണ് കണ്ടത്. മുൽത്തഹിഫൻ ബിസൗബിൻ ഖദീമിൻ, ഒരു പഴയ വസ്ത്രം പുതച്ചുകൊണ്ട്. വലം യകുൻ ഹൗലഹു ജുന്ദുൻ, അദ്ദേഹത്തിന്റെ ചുറ്റും സൈന്യം ഉണ്ടായിരുന്നില്ല. വല ഹറസുൻ, കാവൽക്കാരുണ്ടായിരുന്നില്ല. യഹ്മീഹി, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സൈനികരോ കാവൽക്കാരോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് കണ്ടത്. ബി ഖിലാഫി മുലൂക്കിൽ ഫുറുസ്, പേർഷ്യൻ രാജാക്കന്മാർക്ക് എതിരായിട്ട്, പേർഷ്യൻ രാജാക്കന്മാരുടെ ശീലങ്ങൾക്ക് വിപരീതമായിക്കൊണ്ട് ഉമർ ഇങ്ങനെ കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ഓക്കെ, ഇനി നുറാജിഉൽ മൻലൂമ, നമുക്ക് കവിത വായിച്ചു നോക്കാം. വനുഹവ്വിലുഹു ഇലാ ഖിസ്സ, എന്നിട്ട് അതിനെ ഒരു കഥയാക്കി മാറ്റാം. ഈ കവിതയെ നമുക്ക് ഒരു കഥയാക്കി മാറ്റാം. അതങ്ങനെ ഇങ്ങനെ ചെയ്യാം. യോമൻ, ഒരു ദിവസം, ജാഅ റജുലുൻ റസൂലൻ, ഒരാൾ റസൂലായി കൊണ്ടുവന്നു, ഒരാൾ ദൂതനായി കൊണ്ടുവന്നു, മിൻ ഇന്ദി കിസ്ര, കിസ്രയുടെ അടുക്കൽ നിന്നും. കിസ്ര ആരാണ്? മലിക്കുൽ ഫുർസ്, പേർഷ്യൻ രാജാവാണ്. അദ്ദേഹത്തിന്റെ ദൂതനായിട്ട് ഒരാൾ വന്നു. ലിയറ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിനെ കാണാൻ വേണ്ടി.
ഖലീഫത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബിനെ കാണാൻ വേണ്ടി വന്നു. തഫാജ അർ റസൂലു ജിദ്ദൻ ഹീന വജദ ഉമർ, ഉമറിനെ കണ്ടപ്പോൾ ആ ദൂതൻ അത്ഭുതപ്പെട്ടു. ഫഖദ് വജദഹു നായിമൻ, അദ്ദേഹം ഉമറിനെ കണ്ടത് ഉറങ്ങുന്നവനായിട്ടാണ്. ഫി ഹുദൂഇൻ വസക്കീനത്തിൻ, ശാന്തമായി സമാധാനമായി ഉറങ്ങുന്നവനായിട്ടാണ് കണ്ടത്. ലം യകുൻ ഉമർ യനാമു ഫി ഖസ്രിൻ ഫഹ്മിൻ, എവിടെയാണ് ഉറങ്ങുന്നത്? ഉമർ ആഡംബര കൊട്ടാരത്തിലല്ല ഉറങ്ങുന്നത്. ലം യകുൻ ഉമർ യനാമു, ഉമർ ഉറങ്ങുന്നത് അല്ല ഫി ഖസ്രിൻ ഫഹ്മിൻ, ആഡംബര കൊട്ടാരത്തിലല്ല. ബൽ, പിന്നെ എവിടെയാണ്? കാന നായിമൻ അലൽ അർളി, അദ്ദേഹം ഭൂമിയിലായിരുന്നു. തഹ്ത ളില്ലി ഷജറത്തിൻ, ഒരു മരത്തിന്റെ തണലിന്റെ അടിയിൽ, ഭൂമിയിലായിരുന്നു അദ്ദേഹം, മണ്ണിലായിരുന്നു അദ്ദേഹം ഉറങ്ങുന്നത്. വലം യകുൻ യർത്തദി ഇല്ലാ സൗബൻ ഖദീമൻ വബസീതൻ, ഒരു ലളിതമായ പഴയ വസ്ത്രമല്ലാതെ അദ്ദേഹം ഒന്നും ധരിച്ചിരുന്നില്ല. വൽ അഅജബു മിൻ ദാലിക, അതിനേക്കാളൊക്കെ അത്ഭുതം, അന്ന ഉമർ ലം യകുൻ ഹൗലഹു അയ്യു ഹാരിസിൻ ഔ ജുന്ദിയിൻ യഹ്മിഹി, അദ്ദേഹത്തിന്റെ ചുറ്റും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പട്ടാളക്കാരനോ അല്ലെങ്കിൽ ഒരു കാവൽക്കാരനോ ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് ഏറ്റവും അത്ഭുതം. തദക്കറ റസൂലു, ആ ദൂതൻ ഓർത്തു, മുലൂക്കൽ ഫുർസി അല്ലദീന കാനു യഈശൂന ഫീ ഹുസൂനിൻ വ ഖുസൂരിൻ, കോട്ടകളിലും കൊട്ടാരങ്ങളിലുമായിട്ട് ജീവിക്കുന്ന പേർഷ്യൻ രാജാക്കന്മാരെ കുറിച്ച് അദ്ദേഹം ഓർത്തു. മഅ ഹറാസത്തി ജുയൂഷിൻ, എങ്ങനെയാണ് അവർ താമസിക്കുന്നത് അവിടെ ആ കൊട്ടാരങ്ങളിലൊക്കെ? മഅ ഹറാസത്തി ജുയൂഷിൻ കബീറത്തിൻ, വലിയ സൈന്യങ്ങളുടെ ഹറാസത്തിൽ, കാവലിൽ, ഹറാസത്ത് മീൻസ് കാവൽ, വലിയ സൈന്യങ്ങളുടെ കാവലോടെ കോട്ടയിലും കൊട്ടാരത്തിലുമൊക്കെ താമസിക്കുന്ന പേർഷ്യൻ രാജാക്കന്മാരുടെ കാര്യം അദ്ദേഹം ഓർത്തുപോയി. എന്തിനാണ് അവരങ്ങനെ താമസിക്കുന്നത്? ഖൗഫം മിനന്നാസി വല്ലദുവ്വി, ശത്രുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള പേടി കാരണം കോട്ടകളിലും കൊട്ടാരങ്ങളിലുമൊക്കെ കാവൽക്കാരെ, സൈനികരെ കാവൽ നിർത്തി താമസിക്കുന്ന, ജീവിക്കുന്ന പേർഷ്യൻ രാജാക്കന്മാരെ കുറിച്ച് അദ്ദേഹം ഓർത്തു. ഷഅറ റസൂൽ ഫി തിൽക ലഹ്ലതി, ആ സമയത്ത് ഈ റസൂലിന് തോന്നി, അന്ന അൽമത ഉമറ വഹൈബതഹു, ഉമറിന്റെ മഹത്വം, ഉമറിന്റെ ആ ഒരു മഹത്വം, അക്ബർ വ അജ്മലു, അതാണ് ഏറ്റവും വലുതും ഏറ്റവും ഭംഗിയുള്ളതും, മിൻ അലമത്തിൽ മുലൂക്കി കുല്ലിഹി, മറ്റുള്ള എല്ലാ രാജാക്കന്മാരെക്കാൾ മഹത്വവും പ്രതാപവും ഉള്ളത് ഉമറിനാണ് എന്ന് അദ്ദേഹത്തിന് ആ നിമിഷം തോന്നി. ഫഖാല റസൂൽ കലിമത്തൻ, അങ്ങനെ റസൂൽ ഒരു കലിമത്ത്, ഒരു വാചകം പറഞ്ഞു. സ്വറത്ത് മസലൻ, ആ വാചകം പിന്നീട് എന്തായി മാറി? ഒരു മസല, ഒരു ഉപമയായി മാറി, ഒരു പഴഞ്ചൊല്ലായി മാറി. യാ ഉമർ, അതിതാണ്, യാ ഉമർ, ഉമറേ, ലഖദ് അമിൻത, നീ സുരക്ഷിതനായി, വനിംത, നീ ഉറങ്ങി, ബിസലാമിൻ, നിർഭയത്വത്തോടെ, സുരക്ഷയോടെ ഉറങ്ങുന്നു, വറാഹത്തിൻ, സ്വസ്ഥതയോടെ നീ ഉറങ്ങി, ലി അന്നക ഹക്കംത ബിൽ അദ്ലി, കാരണം താങ്കൾ നീതിയോടെ ഭരിച്ചു, താങ്കൾ നീതിപൂർവമായി ഭരണം നടത്തി, അതുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞത്. ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ താങ്കൾ നീതിയോടെ ഭരണം നടത്തി. ഫൽ അദ്ലു ഹുവ അഫ്ളൽ, നീതിയാണ് ഏറ്റവും നല്ലത്, വ അഖ്വ, ഏറ്റവും വലുത്, ഹിമായത്തിൻ ലക, ഫൽ അദ്ലു ഹുവ അഫ്ളൽ വ അഖ്വ ഹിമായത്തിൻ ലക, അതങ്ങനെ ഒരുമിച്ച് വായിക്കണം. നീതിയാണ് താങ്കളുടെ ഏറ്റവും വലിയ ഹിമായത്ത്, ഏറ്റവും വലിയ എന്താണ് പറയുക, സംരക്ഷിത കവചം, അല്ലെ? താങ്കളുടെ സുരക്ഷ, ഏറ്റവും വലിയ സുരക്ഷ എന്താണ്? സൈനികരും പട്ടാളവും ഒന്നുമല്ല, താങ്കൾ ജനങ്ങൾക്കിടയിൽ നടപ്പാക്കുന്ന നീതിയാണ്, അതുകൊണ്ടാണ് താങ്കൾ സുരക്ഷിതമായി ഇങ്ങനെ ജീവിക്കുന്നത്. ഇവിടെ ഇനി നുനാഖിഷ്വാനി ഷമാഇലിൽ മത്ലൂബത്തി മിൻ സഈമിൻ വ നക്തുബു, സഈം എന്ന് പറഞ്ഞ നേതാവിന് ആവശ്യമായ ഷമാഇൽ, നേതാവിനാവശ്യമായ ഗുണങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് നക്തുബ്, എഴുതാം. രാജാവിന് എന്തൊക്കെ വേണം? നേരത്തെ പറഞ്ഞ കുറച്ച് ഗുണങ്ങളുണ്ട് അല്ലേ, അതൊക്കെ വേണം അല്ലേ? അതിൽ വേണം നീതി, പിന്നെ തവാളു, വിനയം വേണം, സുഹദ് വേണമെന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ സുഹദ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാ നേതാവിനും സുഹദ് വേണമെന്നില്ല, വിരക്തി അല്ലേ, അത് വേണമെന്നില്ല. പിന്നെ എന്ത് വേണം? ഷജാഅത്ത് വേണം, ധീരത വേണം അല്ലേ. പിന്നെ റഹ്മത്ത് വേണം, കാരുണ്യം, പ്രജകളോട് കരുണ ചെയ്യണം, അല്ലെങ്കിൽ ആളുകളോട്. പിന്നെ തലാമുന്, ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി വേണം. അങ്ങനെ പല ഗുണങ്ങളും ഒരു നേതാവിന് ആവശ്യമാണ്. നദ്കുറു വ നജ്മഉ, നമുക്ക് പറയാം, കളക്ട് ചെയ്യാം. അസ്മാ അമ്മായി, നേതാക്കളുടെ പേരുകൾ, വൽ ഹുക്കാമി, ഭരണാധികാരികളുടെ, അൽ മഷ്ഹൂരീന, പ്രശസ്തമായ, ബിൽ അദ്ലി വത്തവാളു, വിനയം കൊണ്ടും നീതി കൊണ്ടും പ്രശസ്തരായ നേതാക്കളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ പേരുകൾ നമുക്ക് ഇവിടെ എഴുതാം.
അത് നമുക്ക് ഖുലഫ റാഷിദുകളുടെ 4 പേരുടെ പേരും എഴുതാൻ പറ്റും അല്ലേ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. പിന്നെ 2 പേരാരൊക്കെ എഴുതാം? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പേര് എഴുതാം, ഉമവി ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പിന്നെ നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പേര് എഴുതാം. അങ്ങനെ വളരെ അപൂർവം ഭരണാധികാരികൾ മാത്രമേ ഇതേപോലെ നീതിപൂർവമായ മികച്ച ഭരണം കാഴ്ചവെച്ചവരായിട്ട് ചരിത്രത്തിലുള്ളൂ. ഓക്കെ, ഇതോടെ പാഠം കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം പറയാം.